എൻ്റെ പേര് നിതീഷ് ചന്ദ്രൻ എന്നാണ്. സ്വന്തം സ്ഥലം തിരുവല്ല. ഇവിടെ ഞാൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്നു, ഒറാക്കിൾ. ഇത് എൻ്റെ 2008 മോഡൽ പജീറോ. ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി. ഏകദേശം ഒരു 25,000 കിലോമീറ്ററോളം ഞാൻ ഓടി ഇപ്പം. ഞാൻ മുന്നേ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഫോർഡ് എൻഡവർ ആയിരുന്നു. ആക്ച്വലി ഞാൻ പുറത്തായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ബിഗ് എക്സിബിസിനോട് പണ്ട് തൊട്ടേ ഒരു താല്പര്യമുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആഗ്രഹം തോന്നിയൊരു വണ്ടിയാണ് പജീറോ. പക്ഷേ ഞാൻ കുറേ തപ്പിയിട്ടും എനിക്ക് നല്ലൊരു വണ്ടി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. റെഡ് കിട്ടണം. അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് വന്നു. അതായത് റെഡ് കിട്ടണം, അധികം ഓടാത്ത വണ്ടിയായിരിക്കണം, കേരളത്തിലുള്ള വണ്ടിയായിരിക്കണം, പിന്നെ അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ഞാൻ തന്നെ വെച്ചു. അപ്പോൾ അത് കാരണം എനിക്കൊരു പ്രോപ്പർ വണ്ടിയോട് എത്തിപ്പെടാൻ കുറച്ച് താമസം വന്നു. അപ്പം ആ ഒരു ഡിലേ വന്നതുകൊണ്ട് ഞാൻ ശരിക്കും വേറൊരു വണ്ടി അങ്ങ് എടുത്തു. അതായിരുന്നു ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. അതും നല്ല വണ്ടി തന്നെയാണ്, 4 വീലർ വണ്ടിയാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് സ്റ്റിൽ ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഒരു ടൈമിൽ എനിക്ക് ആ ഒരു വണ്ടി നമ്മുടെ അടുത്തോട്ട് എത്തി. അതായത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി നല്ല വണ്ടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങ് എടുക്കുമായിരുന്നു വണ്ടി. സെക്കൻഡ് വണ്ടി പജീറോ എസ്പെഷ്യലി തപ്പുന്ന സമയത്ത്, പജീറോ എന്ന് പറയുന്നത് നമ്മൾ ഓഫ് റോഡ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് അത് ഓഫ് റോഡ് എടുത്തതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് എല്ലാം തല്ലി പൊട്ടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ വളരെ മാന്യമായിട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിക്കായിരിക്കും വണ്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ചില ആൾക്കാർ ഭയങ്കര നീറ്റായിട്ട് വീട്ടിൽ തന്നെ കിടത്തി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വണ്ടി എങ്ങനത്തെ വണ്ടിയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ മിനിമം ഒരു 2 മെക്കാനിക്കിനെ കൊണ്ടെങ്കിലും 2 ടൈമിൽ ചെക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഞാനങ്ങനെ ചെയ്തത്. അത്യാവശ്യം 2 പേരെ തന്നെ അറിയാത്ത ആൾക്കാരെ തന്നെ നമുക്ക് ആപ്പുകളുണ്ട് അതിന് വേണ്ടി, ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ വെച്ചിട്ട് നമുക്ക് മെക്കാനിക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കിത് ഞാൻ ശരിക്കും എടുത്തത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്കിനെ വെച്ചിട്ട് മലപ്പുറത്ത് പോയിട്ട് വണ്ടി ചെക്ക് ചെയ്യാം. പുള്ളി എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് തരും, ഞാൻ പുള്ളിക്ക് പേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ 1-2 പേരെ വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വണ്ടി അവർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചെറിയ 1-2 കംപ്ലയിൻസ് ഉണ്ട്. അതൊക്കെ എന്നെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കംപ്ലയിൻസ് ആണ്, അധികം പൈസ ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓക്കെ എന്ന് ഞാൻ തീരുമാനിച്ചു, അങ്ങനെ എടുക്കുമായിരുന്നു. പജീറോ നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം ഒരു സർവീസിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം നമുക്ക് സർവീസ് സെൻ്ററുകളില്ലല്ലോ. അപ്പം ഈ സർവീസ് സെൻ്ററുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ആദ്യം പറയേണ്ടി വരുന്നത്, ഈ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വണ്ടി നമ്മൾ കൂടുതൽ അറിയേണ്ടി വരും. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, അതായത് എപ്പോൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം, എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കൂളൻ്റ് എപ്പം ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഇതിനറിയണം. മറ്റു വണ്ടിയെ പോലല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സാധാരണ മെക്കാനിക്കിലായിരിക്കും കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ഇതിനെ വണ്ടിയെപ്പറ്റി അറിയാവുന്ന ഒരു മെക്കാനിക്കലല്ല. ചില സമയത്ത് അങ്ങനെ ഒരു മെക്കാനിക്കിനെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും. മറ്റേ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കുന്നു, നമ്മൾ വൈകുന്നേരം പോയി വണ്ടി എടുക്കുന്നു, അവരെന്താണ് ചെയ്തത് നമുക്കറിയത്തില്ല. നമുക്കൊരു ബില്ല് കിട്ടുന്നു, നമ്മൾ ബില്ല് ചെയ്യുന്നു, തിരിച്ചു വിടുന്നു. അങ്ങനല്ല ഇത്. നമ്മൾ എന്താണ് ഒഴിക്കുന്നത്, ഏത് ഗ്രേഡാണ് ഒഴിക്കുന്നത്, എഞ്ചിൻ ഓയിലാണെങ്കിൽ ഏത് ഗ്രേഡ് ഒഴിക്കുന്നു, കൂളൻ്റ് ഏതാണ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ പുറത്ത് സർവീസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു പീരീഡ് എങ്ങനെയാണ്? ഇപ്പം എത്രായിരം കിലോമീറ്റർ ഓടുമ്പോഴാണ് ഈ വണ്ടി ഇപ്പം ഇതിൻ്റെ സർവീസ് പീരീഡുകളൊക്കെ എങ്ങനെയാണ്? എങ്ങനെ എന്തോരം പോസ്റ്റുകൾ വരുന്നുണ്ട്? കമ്പനി പറയുന്നത് 10,000 കിലോമീറ്റേഴ്സിൽ സർവീസ് ചെയ്യണമെന്നാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് ഓരോ 5,000 കിലോമീറ്റേഴ്സും സർവീസ് മീൻസ് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യും, കൂളൻ്റ് ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള പ്രോപ്പർ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ട് വണ്ടി ഇറക്കും. അല്ലാതെ പണികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വേറെ. ആ സർവീസിൻ്റെ കാര്യം ഞാൻ ഇതായിട്ട് പറഞ്ഞു. അത് നമ്മൾ ഈച്ച് 5,000 കിലോമീറ്റേഴ്സിൽ ചെയ്യും സർവീസ്. ഓക്കെ. അപ്പം ഈ സർവീസിൽ നമുക്കിപ്പം പാർട്സുകളുടെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണ് ഈ വാഹനത്തിൽ? ഇപ്പോൾ ഓഫ് റോഡ് പോകുന്നതാണ്, നമ്മൾ മറ്റു വണ്ടി ഓടിക്കുന്ന പോലെ അല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. കുറച്ചുകൂടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പം അത്രയും തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സർവീസ് സെൻ്റർ ഷോറൂമുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പാർട്സുകളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി? എത്ര കാലതാമസങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കിട്ടാനൊക്കെ? അതെ, ഇതിൻ്റെ പാർട്സുകൾ എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ ഗിയർ അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന മറ്റേ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇതാണ്. അതിനകത്ത് നമ്മൾ കല്ല് വന്നിടിച്ചാലോ അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ താഴെ ഇരിക്കുന്ന ഗിയർ ബോക്സിൻ്റെ ഒരു പോർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ല ടഫായിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്. അപ്പം അതിനൊന്നും പ്രശ്നം വരത്തില്ല. നോർമലി ഓഫ് റോഡ് പോകാൻ പ്രശ്നം പറ്റുന്ന കല്ലൊക്കെ വന്നിടിച്ച് ഏതെങ്കിലും പൈപ്പിലൊക്കെ ചെറിയ പൈപ്പുകളുണ്ട്, അതിലൊക്കെ വന്ന് കല്ലിടിക്കുകയോ അല്ലെങ്കിൽ ആക്സിലൊക്കെ വന്ന് കല്ലിടിക്കുകയോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് പണികളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ വണ്ടിയുടെ
കൂളൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്ത കേസാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനത്തെ ആ സമയത്തൊക്കെ ചില പണികൾ കിട്ടും. അങ്ങനെ ചെക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പം കൂളൻ്റൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ വണ്ടി സർവീസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് എല്ലാ പാർട്സും കിട്ടും. നമുക്ക് ഡൽഹിയിലും ബോംബെയിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ അങ്ങനെ പല സ്ഥലങ്ങളിലെ കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാർട്സ് എടുക്കാം. അതൊരു ഓപ്ഷനാണ്. ആ പാർട്സ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ആ പാർട്സ് കൊണ്ട് ഒരു മെക്കാനിക്കിനടുത്ത് പോയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയാമെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടെമ്പറേച്ചർ സെൻസർ പോയ കേസാണ് നമുക്കറിയാം മനസ്സിലാക്കിയെങ്കിൽ നമുക്കത് മേടിച്ചിട്ട് ജസ്റ്റ് മെക്കാനിക്കിൻ്റെ അടുത്ത് പോയാൽ മതി. അതല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കിന് നല്ല അറിയാമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാൾ തന്നെ ഓർഡർ ചെയ്താലും മതി. പിന്നെ UAE നിന്ന് പാർട്സ് ആൾക്കാരെടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ നമുക്ക് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് എന്ന് പറയുമ്പം ആ സൈറ്റ് വഴി നമുക്ക് പാർട്സ് ജപ്പാനിൽ നിന്ന് വേണമെങ്കിൽ വരുത്താൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വെച്ചാൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് വരുത്താനുള്ളത് ഒറിജിനൽ പാർട്സ്. ഇവിടെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒറിജിനൽ പറയാൻ പറ്റത്തില്ല. തായ്ലാൻഡ് മേക്ക് അല്ലെങ്കിൽ ഫിലിപ്പീൻസിലൊക്കെ ഉള്ള അവിടെ നിന്നാണ് വരുന്നത്. അവിടെ പജീറോ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നായിരിക്കും വരുന്നത്. ഒറിജിനൽ ജപ്പാനിൽ നിന്ന് വരുന്ന പാർട്സ് വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ UAE നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ലോങ് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ട്രിപ്പ് വന്ന എല്ലാ ആൾക്കാരും തന്നെ പറഞ്ഞേക്കുന്നത് അത്യാവശ്യം നല്ല സൂപ്പർ ഡ്രൈവിംഗ് കംഫർട്ടാണെന്നാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ബാക്ക് വരുന്ന കോയിൽ സ്പ്രിങ്ങാണ്. അപ്പം അതിൻ്റേതായിട്ടൊരു പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ഗട്ടറുള്ള റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് കിട്ടാത്ത രീതിയിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക്. ഞാനും വൈഫും കൂടെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ കുറേ ലോങ് ഡ്രൈവ് പോയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് പോയിട്ട് വരാൻ പറ്റും. കംഫർട്ടും എല്ലാം അടിപൊളിയാണ്. സ്പേസ് ഉണ്ട് അത്യാവശ്യം. ഞാനത് ഒരു സൈക്കിൾ വരെ ബാക്കിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആ സൈക്കിളിട്ട് ചവിട്ടുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ SUV പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എവിടെ വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇതും കൊണ്ട് നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഈ 4 ഗിയർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കയറി പോരാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു സ്റ്റോക്ക് വണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ചെറിയ ചേഞ്ചസ് ഒക്കെയാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് വരുത്തിയിരിക്കുന്നത്? അധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. എനിക്ക് വണ്ടി സ്റ്റോക്കായിട്ട് തന്നെ കൊണ്ടു നടക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ചെയ്തിട്ടുള്ള ഈ ഒരു ടയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടയർ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഓഫ് റോഡ് സമയത്താണ്. അപ്പോൾ നോർമലി എനിക്ക് സ്റ്റോക്ക് ടയറും സ്റ്റോക്ക് റിമ്മും ഉണ്ട്, സെറ്റ് ടയർസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് റോഡ് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഈ ടയറായിരിക്കും. അല്ലാത്ത സമയത്ത് ഞാൻ മറ്റേ ടയറിലേക്ക് മാറും, ചേഞ്ച് ചെയ്യും. നമുക്ക് ഡെയിലി യൂസ് പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇതിനൊരു സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ സൗണ്ട് എനിക്കിഷ്ടമാണ് പേഴ്സണലി. വലിയ ടയറിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ആ സൗണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഒരു മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇപ്പം ഈ ഇത്രയും ബിഗ് ടയർ ആയത് കാരണം ഒരു കിലോമീറ്ററൊക്കെ മൈലേജ് കുറയും. അപ്പം അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ബിഗ് അഡ്വാൻറ്റേജ് ഇത്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഗ്രിപ്പ് കൂടും. അതുപോലെ തന്നെ നമുക്ക് കല്ലുകളുടെ പുറത്തൊക്കെ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇമ്പാക്റ്റ് മറ്റേനകത്ത് അറിയത്തില്ല. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ ഞാനിത് പ്രിഫർ ചെയ്തുള്ളൂ. ഓഫ് റോഡ് അല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോക്ക് റിമ്മിലേക്കും ടയറിലേക്കും മാറും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇൻറ്റീരിയർ ആണെങ്കിലും സെയിം പഴയ ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും സ്പെഷ്യൽ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും വണ്ടി സ്റ്റോക്കായിട്ട് നിർത്താൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ കവറൊന്നും ചെയ്യാൻ നിൽക്കാത്ത റീസൺ അത് തന്നെയാണ്. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ലുക്ക് കിട്ടുക, യഥാർത്ഥ കമ്പനി വെച്ച ആ ഒരു ഫീൽ കിട്ടുക. അത് നമ്മൾ ഒരിക്കലും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിലേക്ക് ഒരിക്കലും കിട്ടത്തില്ല. മൈലേജിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം നിലവിൽ നമുക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് ഈ വാഹനം? ഒരു 10 അറൗണ്ട് ഒരു 10 ലോങ് ഡ്രൈവിന് കിട്ടും. സിറ്റിയിൽ ഒരു ഏകദേശം ഒരു 7 to 8 അത്രയും കിട്ടത്തുള്ളൂ. 10 കിട്ടും. ലോങ് ഡ്രൈവിന് 10 കിട്ടും. അപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് എനിക്കുള്ളത്. ഇതുവരെ പോയിട്ടുള്ള ടെറൈനുകളിൽ എല്ലാം തന്നെ എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ടെറൈൻസ് ആയിരുന്നു. അതൊക്കെ തന്നെ ഈ വണ്ടി വളരെ ഈസി ആയിട്ട് കയറി വന്നു. ചില സിറ്റുവേഷനിൽ നമുക്ക് മറ്റു വണ്ടികളുടെ സഹായം വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ അങ്ങനെ സഹായം എടുക്കും. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇനി കൂടുതൽ ടഫറായിട്ടുള്ള ടെറൈൻ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൾട്ടിമീറ്റർ, അതുപോലെ തന്നെ തെർമോമീറ്റർ, അതുപോലെ തന്നെ ഇൻക്ലിനോമീറ്റർ, ഇങ്ങനെ 3 മീറ്റർ കാണാം. ഇതിനകത്ത് ഓൾട്ടിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അളക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്ററാണ്. ഇതെന്ന് പറയുന്നത് ഇൻക്ലിനോമീറ്ററാണ്. ഇൻക്ലിനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ചരിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പം നമുക്ക് ആ ഒരു മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി എത്രമാത്രം ചരിഞ്ഞ് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും.
ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലോ റേഞ്ച് ഗിയർ ബോക്സും കൂടെ ഇവിടെ കുട്ടി ലിവർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ഗിയറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 4 മോഡുണ്ട്. ഇതിൻ്റെ ഒരു പജീറോയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി നമുക്ക് 2H ഓടിക്കാം എന്നുള്ളതാണ്. അതായത് 2 വീൽ ഡ്രൈവിൽ ഓടിക്കാം, 4 വീൽ ഡ്രൈവിൽ ഓടിക്കാം റോഡിൽ കൂടെ. അതാണ് ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പജീറോ. അപ്പം നോർമലി നമ്മൾ നോർമൽ റോഡിൽ കൂടെ പോകുമ്പോൾ 2H ഇടാറുള്ളൂ. 4H ഇട്ട് ഓടിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു വണ്ടി ഇരുന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. കുറച്ച് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകും 4H ഇടുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ലോ റേഞ്ച് ഗിയർ ബോക്സ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് 4 LLCയും അതുപോലെ തന്നെ 4 HLCയും 2 ഗിയേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓഫ് റോഡ് കേസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കുറച്ച് ഫണ്ണി ഫാക്ട്സ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചധികം ആസ്ട്രകൾ കണ്ടെത്താൻ പറ്റും. ഈ മറ്റേ ഡോറിൻ്റെ പോക്കറ്റും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആസ്ട്രകൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വാട്ടർ വെക്കാനുള്ളൊരു സ്ഥലം ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ അതൊരു ഫണ്ണി ഫാക്റ്റായിട്ട് വേണമെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്. 90s ഡിസൈനാണല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ ഒരു മാഫിയ കാർ അങ്ങനെയും പറയാം. അതായത് വെള്ളം വേണ്ട, സിഗരറ്റ് വലിയാണല്ലോ ആൾക്കാർ മാഫിയ എന്ന് പറയുന്നത്.